വീടിനരികിൽ സ്വകാര്യ റിസോർട്ടുകാർ നിർമ്മിച്ച ഭീമൻ കിണർ നികത്തി കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് ഇനിയും നടപ്പായില്ല. ഇടുക്കി ആനച്ചാൽ ചിത്തിരപുരത്ത് താമസിച്ചു വരുന്ന പള്ളിപ്പുറത്ത് വീട്ടിൽ ആയിഷയും കുടുംബവുമായിരുന്നു കിണർ നിർമ്മിച്ചതിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. ഉത്തരവ് നടപ്പിലാകാതെ വന്നതോടെ കിണർ മൂടാൻ ജില്ലാ ഭരണകൂടം വീണ്ടും ഉത്തരവിട്ടു. ഉണ്ടാകാനിടയുള്ള വലിയൊരു ദുരന്തത്തെ മുമ്പിൽ കണ്ടാണ് ആനച്ചാൽ ചിത്തിരപുരം സ്വദേശിയായ ആയിഷയും കുടുംബവും മുമ്പോട്ട് പോകുന്നത്. തങ്ങളുടെ വീടിനോട് ചേർന്ന പുരയിടത്തിൽ സ്വകാര്യ റിസോർട്ടുകാർ ഭീമൻ കിണർ നിർമ്മിച്ചതോടെയായിരുന്നു ഈ കുടുംബത്തിന്റെ ഉറക്കം നഷ്ടമായത്. ഈ വിഷയത്തിൽ മാസങ്ങൾക്ക് മുമ്പ് ആയിഷയ്ക്കും കുടുംബത്തിനും ആശ്വാസമായി ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുണ്ടായി. കിണർ നിർമ്മാണം കുടുംബത്തിന് ഭീഷണിയാണെന്നും അപകട സാധ്യത നിലനിൽക്കുന്നുവെന്നും കണ്ടെത്തിയതോടെ കിണർ നികത്തി തൽസ്ഥിതിയിലാക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടു. എന്നാൽ നാളിതുവരെ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് നടപ്പിലായില്ല. മാസങ്ങൾ പിന്നിട്ടിട്ടും ഉത്തരവ് നടപ്പിലാകാതെ വന്നതോടെ 15 ദിവസത്തിനകം കിണർ നികത്തണമെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് വീണ്ടും ഉണ്ടായിട്ടുള്ളതായി കുടുംബം പറയുന്നു. വിച്ചൂസ് കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ മൂന്നാർ പാലസ് റിസോർട്ടിലേക്ക് വെള്ളം എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അത് അനധികൃതമായ രീതിയിൽ ഇവർ ഞങ്ങളുടെ വീടിൻ്റെ താഴെ ഒരു വലിയ കിണർ പോലെ വലിയൊരു കുളം കുഴിച്ച് ഞങ്ങളുടെ വീട് അപകടത്തിലാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട കളക്ടർ ഈ കഴിഞ്ഞ റെഡ് അലർട്ട് സമയത്ത് പുതിയൊരു ഉത്തരവ് ഇറക്കുകയും 15 ദിവസത്തിനുള്ളിൽ കിണർ മൂടി ക്ലിയർ ചെയ്യണമെന്ന് അവർക്ക് നിർദ്ദേശം കൊടുക്കുകയും. വീടിനോട് ചേർന്ന് ഭീമൻ കിണർ നിർമ്മിച്ചതോടെ ഇവിടെ മണ്ണിടിച്ചിൽ സാധ്യത രൂപം കൊള്ളുകയായിരുന്നു. കിണറിന് വലിയ താഴ്ചയുണ്ട്. അപകടാവസ്ഥയിലുള്ള വീട് ഉപേക്ഷിച്ച് പോവുക എന്നതായിരുന്നു ആയിഷയുടെയും കുടുംബത്തിന്റെയും മുമ്പിലുണ്ടായിരുന്ന പോംവഴി. ഇതിനെ തുടർന്നാണ് ഇവർ പരാതി നൽകിയത്. ഈ പരാതിയിലാണ് കുടുംബത്തിന് ആശ്വാസം നൽകി കിണർ നികത്തി അപകട സാധ്യത ഒഴിവാക്കി നൽകണമെന്ന മുൻപ് ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുണ്ടായത്. ഈ ഉത്തരവ് നടപ്പിലാകാതെ വന്നതോടെയാണ് വീണ്ടും കുടുംബത്തിന് സുരക്ഷയൊരുക്കണമെന്ന ആവശ്യം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.